കോൺഗ്രസ് തറവാട്ടിലെ കാരണവരും കേരള രാഷ്ട്രീയത്തിലെ ഒരു സൗമ്യ സാന്നിധ്യവുമായിരുന്ന ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള ഈ കഴിഞ്ഞ ദിവസം വിടവാങ്ങി. അദ്ദേഹത്തെക്കുറിച്ചാണ് അല്പം വൈകിയ ഈ അനുസ്മരണം. തെന്നല ബാലകൃഷ്ണപിള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരള രാഷ്ട്രീയത്തിൽ ഒരു സവിശേഷമായ ദൗത്യം നിറവേറ്റിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം 2 തവണ അടൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സംസ്ഥാനത്ത് മന്ത്രിയാകാനൊന്നും സാധിച്ചില്ല. മിക്കവാറും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ മുന്നണി തോൽക്കുകയും മുന്നണി ജയിക്കുമ്പോൾ അദ്ദേഹം പരാജയപ്പെടുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം അടൂരായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം കായംകുളത്തിനടുത്ത് ശൂരനാട് സ്വദേശിയാണ്. ശൂരനാട് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് ഈ കൽക്കട്ട തീസീസ് കാലത്തെ ശൂരനാട് വിപ്ലവവും അതേ തുടർന്ന് പോലീസുകാർ നടത്തിയ വലിയ നരനായാട്ടുമൊക്കെയാണ്. ശൂരനാട് എന്നൊരു നാടിന് വേണ്ട എന്നാണ് അന്ന് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന ടി.കെ. നാരായണപിള്ള നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. അത്ര വലിയ നരനായാട്ടാണ് അവിടെ നടന്നത്. ഒരുപാട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ പോലീസിൻ്റെ ഇടിയേറ്റ് തൽക്ഷണം വീരമൃത്യു വരികയും ബാക്കിയുള്ളവരിൽ നല്ലൊരു ഭാഗം ക്ഷയരോഗികളായി തിരിച്ചു. നാടകൃത്തായി തീർന്ന തോപ്പിൽ വാസിയൊക്കെ ആ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച ആളാണ്. അങ്ങനെ ഈ ശൂരനാട് സംഭവത്തിന് ആസ്പദമായ സംഗതികളുടെ തുടക്കം ഈ തെന്നലയുടെ തറവാട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ പിതാവ് തെന്നല ഗോപാലപിള്ള സ്ഥലത്തെ ഒരു വലിയ പ്രമാണിയും പൂടമയുമായിരുന്നു, കോൺഗ്രസ്സുകാരനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുരയിടത്തിലുള്ള ഒരു കുളത്തിൽ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ അനുവാദം കൂടാതെ മീൻ പിടിക്കുകയും അതിനെ തുടർന്ന് ഈ ഗോപാലപിള്ള പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസുകാർ അവിടെ വന്ന് അന്വേഷണം നടത്തുകയും ഈ സ്ഥലത്ത് വന്ന പോലീസുകാരെ, ഒരു ഇൻസ്പെക്ടറെയും 4 പോലീസുകാരെയും കമ്മ്യൂണിസ്റ്റുകാർ വെട്ടിക്കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ശൂരനാട് സംഭവം. അതിനെ തുടർന്നാണ് തിരുക്കൊച്ചിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചത്. പോലീസുകാർ വലിയ അതിക്രമങ്ങളൊക്കെ നടത്തിയത്. അതാണ് ഈ തെന്നലയുടെ ഒരു പഴയ പാരമ്പര്യം. പക്ഷേ ഗോപാലപിള്ളയെ പോലെ ഒരു വലിയ കരപ്രമാണി ആയിരുന്നില്ല ബാലകൃഷ്ണപിള്ള. അദ്ദേഹം വളരെ സൗമ്യനായ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. ഒരുപാട് ഭൂസ്വത്തുക്കളുണ്ടായിരുന്നു. അതൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മുക്കാലെ മുണ്ടണിയും വിറ്റു എന്നാണ് ചരിത്രം. എന്തുമാകട്ടെ, അദ്ദേഹം പിന്നീട് രാജ്യസഭാംഗമായി 92-ൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം KPCCയുടെ പ്രസിഡൻ്റായി. തെന്നല ബാലകൃഷ്ണപിള്ള KPCC പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയതും ആ തെരഞ്ഞെടുപ്പിലാണ്. ഐക്യമുന്നണിയുടെ 99 സ്ഥാനാർത്ഥികൾ ജയിച്ചു. കോൺഗ്രസ് റിബലായിരുന്ന MA വാഹിദും ജയിച്ചു. അദ്ദേഹം പിന്നീട് ഐക്യമുന്നണിയിൽ ചേർന്നു. അങ്ങനെ 100 സീറ്റ് തികഞ്ഞു. മാർക്സിസ്റ്റ് മുന്നണി വെറും 40 സീറ്റിൽ ഒതുങ്ങി. അങ്ങനെ വമ്പിച്ച വിജയം നേടിയ ആ മുന്നണിയെ നയിച്ചത് KPCC പ്രസിഡൻ്റായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയും പ്രതിപക്ഷ നേതാവായിരുന്ന AK ആൻ്റണിയുമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ AK ആൻ്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. AK ആൻ്റണി മുഖ്യമന്ത്രിയായ അതേ ദിവസം KPCC പ്രസിഡൻ്റായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞു, ആ ബാലകൃഷ്ണപിള്ള ചേട്ടൻ്റെ പ്രവർത്തനം വളരെ നന്നായിട്ട് നടന്നു. ഇത്രയൊക്കെ ചേട്ടൻ ചെയ്തു, ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ചേട്ടൻ്റെ സേവനം ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്, ചേട്ടൻ കുറച്ച് ദിവസം വിശ്രമിക്കും എന്ന് പറഞ്ഞ് മുരളീധരനെ KPCC പ്രസിഡൻ്റായിട്ട് അരിയിട്ട് വാഴിച്ചു. ഇന്ദിരാഭവനിൽ എത്തിയപ്പോഴാണ് പാവം തെന്നല ഈ വിവരം അറിഞ്ഞത്. അദ്ദേഹത്തെ മാറ്റാൻ പോകുന്ന കാര്യം പുള്ളിയോട് നേരത്തെ പറഞ്ഞിരുന്നില്ല. അങ്ങനെ അപമാനിതനായി ഈ വിജയമുഹൂർത്തത്തിൽ KPCC ഓഫീസിൻ്റെ പടി ഇറങ്ങി പോകേണ്ട വന്ന ഹതഭാഗ്യനാണ് ആ ശ്രീമാൻ തെന്നല ബാലകൃഷ്ണപിള്ള. പിന്നെ AK ആൻ്റണി മനസാക്ഷിയുള്ള ആളായതുകൊണ്ട് രാജ്യസഭയിലേക്ക് 2 കൊല്ലം കഴിഞ്ഞ് വന്ന വേക്കൻസിയിൽ വീണ്ടും ഇദ്ദേഹത്തെ മത്സരിപ്പിച്ചു. അത് 2003-ലാണ്. 2003 ഏപ്രിൽ മാസം 14-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പ് അതൊരു ചരിത്ര സംഭവമായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായിട്ട് വയലാർ രവിയും തെന്നല ബാലകൃഷ്ണപിള്ളയും മത്സരിക്കുന്നു. CPM സ്ഥാനാർത്ഥിയായിട്ട് സഖാവ് K. ചന്ദ്രൻപിള്ളയും മത്സരിക്കുന്നു. 3 പേർക്ക് ജയിക്കാം. പക്ഷേ അതിൽ ചെറിയ ഒരു തിരിവുണ്ടായെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് കരുണാകരൻ കോടോത്ത് ഗോവിന്ദൻ രംഗത്തിറക്കി. AK ആൻ്റണിയുടെ താല്പര്യപ്രകാരമാണ് തെന്നലയ്ക്ക് സീറ്റ് കൊടുത്തത്. തെന്നല തോറ്റാൽ ആൻ്റണിക്ക് അഭിമാനക്ഷതമാണ്. ആൻ്റണി ഒരു നിവൃത്തിയില്ലാത്ത ഒരു പരിതസ്ഥിതിയിലെത്തി. ഇങ്ങനെയുള്ള സമയത്ത് ആൻ്റണിയെ സഹായിക്കേണ്ടത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആര്യാടൻ മുഹമ്മദ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ് മുതലായ ആളുകളാണ്. ഇവരെല്ലാവരും നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചു.
ആൻ്റണി എന്താ വെച്ച് ചെയ്തു, ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു. പാവം ആൻ്റണി വിഷമിച്ചു പോയി. ആൻ്റണി ഗതികെട്ട് കുഞ്ഞാലിക്കുട്ടിയെ അഭയം പ്രാപിച്ചു. കുഞ്ഞാലിക്കുട്ടി സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യണേക്ക് വരേണ്ടി ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രസിദ്ധനായി തീർന്നിരിക്കുന്ന അല്ലെങ്കിൽ കുപ്രസിദ്ധനായി നിൽക്കുന്ന ഒരു വ്യവസായിയെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ആ വ്യവസായി കൈമൈ മറന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് രാഖി രാമാനം 5 MLA കരുണാകരൻ്റെ ക്യാമ്പിൽ നിന്ന് ആൻ്റണിയുടെ ഭാഗത്തേക്ക് മാറി. അവരുടെ പേര് ഞാൻ പറയാം. ഒന്ന് CP മുഹമ്മദ്, പട്ടാമ്പി MLA ഇരുന്ന, പിന്നെ അങ്കമാലി MLA ഇരുന്ന PJ ജോയി, നമ്മുടെ MA വാഹിദ് കഴക്കൂട്ട MLA, വർക്കല കഹാർ വർക്കല MLA, പിന്നെ ഒരു കുലംകുത്തിയും കൂടി ഉണ്ടായിരുന്നു. അതാരാണെന്ന് ഞാനിപ്പോൾ ഓർക്കണില്ല. ഇങ്ങനെ 5 പേർ രാഖി രാമാനം മാറി, പിന്നെ MP ഗംഗാധരൻ മാറി. അങ്ങനെ 6 പേർ കരുണാകരൻ്റെ ക്യാമ്പിൽ നിന്ന് ആൻ്റണി ക്യാമ്പിലേക്ക് മാറിയതിൻ്റെ ഫലമായിട്ട് പാവം തെന്നല കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കോടതി പോയെന്നാരും ജയിച്ചേനെ. അങ്ങനെ തെന്നല വീണ്ടും 6 കൊല്ലം കൂടി രാജ്യസഭാംഗമായി. അത് കഴിഞ്ഞ് പിന്നെയും K മുരളീധരനൊക്കെ പാർട്ടി വിട്ടു പോയതിന് ശേഷം കുറച്ചാളും കൂടി അദ്ദേഹത്തിന് KPC പ്രസിഡൻ്റായിരിക്കാൻ യോഗം ഉണ്ടായി. അങ്ങനെ പിന്നീട് യാതൊരു വിവാദത്തിന് ഇട കൊടുക്കാതെ വളരെ സമാധാനപരമായിട്ട് ശാന്തമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗമുണ്ടായത്. ഇതാണ് കേരളത്തിലെ ഒരുമാതിരി അന്തസ്സും വിനയവും മാന്യതയുമുള്ള നേതാക്കന്മാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രാജഡി. ഈ തെന്നല ബാലകൃഷ്ണപിള്ള സാറൊക്കെ മനസ്സറിയാതെ ശപിച്ച് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ശാപമാണ് ഇന്നേ ദിവസവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ പിന്തുടരുന്നത് എന്ന് വേണമെങ്കിൽ ഈ വിധിയിലും ശാപത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാം. ഭൗതികവാദികളായിട്ടുള്ള ആളുകൾക്ക് വിശ്വസിക്കണ്ട. പക്ഷേ എന്നാൽ പോലും ഈ ശാപം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എന്ന് നമുക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു പുരോഗതി കാണുമ്പോൾ തീർച്ചയായിട്ടും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തെന്നലയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.